ഗുഡ് മോർണിംഗ് ടീച്ചർമാൻ ഫാമിലി ഫ്രം വാഗമൺ. നമ്മളിപ്പോൾ വാഗമണിൽ ഐസ് ഹിൽസിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, $1 million മോർണിംഗ് റൊട്ടീൻ ക്ലാസ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി എനർജറ്റിക് ഹൈ വൈബ് ഡേ ആയിരിക്കും. കാര്യം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കുക. നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബയോ. ഇന്നലെ രാത്രി നല്ല സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റി. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നല്ല രസമാണ് കേട്ടോ ഉറങ്ങാനായിട്ട്. അടിപൊളി വൈബ്. രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുടയൊക്കെ പിടിച്ച് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടില്ല, മറന്നുപോയാ. മഴ തോരുമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് ദോശയുണ്ട്, അതുപോലെ ഇതെന്താണ്, ഇഡലി, പിന്നെ ഇത് പുട്ടാണ് കേട്ടോ. പുട്ട്, കൊഞ്ചക്കറിയ, സാമ്പാർ, ഓക്കെ. കടലക്കറി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പുട്ട്, 2 മുട്ട. ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ഡെയിലി 2 മുട്ട കഴിക്കാറുണ്ട് കേട്ടോ. 2 ഇഡലി എടുത്തു. ഹായ്. പുട്ടും കടലയും സൂപ്പർ. തേയിലത്തോട്ടത്തിന് അടുത്തിരുന്ന് പുട്ടും കടലയും ആസ്വദിക്കുന്നു. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ വൈബ് ഭയങ്കരമായിട്ട് ഉയരും. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോണേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇനി നമുക്കൊരു ക്ലാസ് റെക്കോർഡ് ചെയ്യാനുണ്ട്, അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ റൂമിലേക്ക് പോയിട്ട് ആ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് ഒത്തിരി കറങ്ങാൻ പോകാനുണ്ട് കേട്ടോ. നമ്മളെന്തായാലും കാറ് മേടിച്ചപ്പോൾ ഒരു കുട കിട്ടിയത് കാര്യമായാലും നമ്മൾ BMW മേടിച്ചപ്പോൾ കിട്ടിയ കുടയാണ്. ഇനി നമുക്ക് താഴെ കുറേ ചേച്ചിമാർ തേയില നുള്ളുന്നുണ്ട്, അത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ബാ. കണ്ണമോനാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമറാമാൻ. ഇത് തേയില നുള്ളിയതാണ് കേട്ടോ. തേയില നുള്ളിയത് ഇങ്ങനെ ചെറിയ കിളുന്തലയാണ്, അതിങ്ങനെ ഒരു സഞ്ചിയിലിട്ട് വെച്ചേക്കാണ്. ഒന്ന് കാണിച്ചു തരുമോ? ഓ, ചെറുതായിട്ട്. അപ്പോൾ ചേച്ചി എനിക്ക് തേയില നുള്ളുന്നത് തന്നേക്കാണ്. അതിൻ്റെ ഈ കിളുന്തലയല്ലേ? ഓ, താങ്ക് യു ചേച്ചി. ഭയങ്കര. ഞങ്ങൾ കൊല്ലത്തുകാർക്ക് ഇവിടെ ഈ തേയിലത്തോട്ടം ഇതൊന്നും ഇല്ല, കുന്നും മലയും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലമല്ല, ഞങ്ങൾ കടലാണ് കൂടുതൽ. കൊല്ലത്ത് വന്നിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കുന്ന വീഡിയോ റീൽസൊക്കെ ഷൂട്ട് ചെയ്തു. കണ്ണമോനെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ലൈവിലുമാണ്, വ്ളോഗ് ഷൂട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ അതേ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ പോകണം. അടുത്താണോ? 11 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാം. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. ഇരു സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിമനോഹരമായ ആ കാഴ്ച കണ്ടത്. നല്ല രസമുണ്ടല്ലേ. ഇതൊരു അമ്പലമാണ് കേട്ടോ. നമുക്കിനി ലഞ്ച് കഴിക്കണം. അപ്പോൾ അടുത്ത് ഏതെങ്കിലും കടയുണ്ടോ നമുക്ക് നോക്കി പോവാം. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു കട കിട്ടി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ചേട്ടൻ ഊണ് കഴിച്ചു. കണ്ണന് പൊറോട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവൻ പൊറോട്ട ഓർഡർ ചെയ്തു. ഏലപ്പാറ പൈൻ വാലി. ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ്. 2023 സെപ്റ്റംബറിലാണ് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം 40 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഇടുക്കിയിലെ ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാലി മുഴുവൻ സൂപ്പറായിട്ട് കാണാം എന്നാണ് പറയുന്നത്. നോക്കാം. ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരും. നിങ്ങൾ പോയി കണ്ടിട്ട് പോയോ? വീഡിയോ എടുത്തോണ്ട് വരണേ. ഞാനും കണ്ണമ്മോനും കൂടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവുകയാണ് കേട്ടോ. നല്ല മഞ്ഞായിരുന്നു അവിടെ, അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുവാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പേരെ മാത്രമേ കയറ്റി വിടുള്ളൂ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളുടെ സമയത്തിന് വെയിറ്റ് ചെയ്തു. ടിക്കറ്റ് ഒരാൾക്ക് 250 രൂപ. അത് നല്ല രസമുണ്ട്. കയറുമ്പോഴത്തേക്ക് ചെറിയൊരു പേടി എല്ലാവർക്കും തോന്നും, പക്ഷേ അന്ന് ഈ മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് അടിഭാഗം ആ ഗ്ലാസ്സിൻ്റെ താഴോട്ട് അങ്ങനെ വലിയൊരു കാഴ്ച നമ്മൾ കയറുന്ന സമയത്തില്ലായിരുന്നു. ഒരു ക്ലിയർ വ്യൂ അല്ലായിരുന്നു. കണ്ടോ, നല്ല മൂടൽ മഞ്ഞില്ലേ, ക്ലിയർ വ്യൂ അല്ലായിരുന്നു. എന്നാലും നമ്മൾ
ആ ഒരു നല്ല ക്ലിയർ വ്യൂ അല്ലാഞ്ഞുകൊണ്ട് നമുക്ക് അത്ര ഒരു പേടി തോന്നിയില്ല. അത് കയറി ചെല്ലുന്തോറും മുന്നോട്ട് ചെല്ലുന്തോറും നമുക്ക് ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടാകാം. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കണ്ട പതുക്കെ പതുക്കെ മൂടൽ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയെ. അവിടുത്തെ പ്രത്യേകത പറയുമ്പോൾ എല്ലാം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ മഞ്ഞ് മാറി നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാവും. ഭയങ്കര രസമുള്ളൊരു. ചെറിയ കുട്ടികൾക്കൊന്നും പേടിയായില്ലേ? ചെറിയ കുട്ടികൾക്ക് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അതിന് ചിലർ അവിടെ താഴെ നോക്കുമ്പോണ്ട ചെറിയൊരു ഒരു നല്ലൊരു ക്ലിയർ വ്യൂ അല്ല താഴെ. അവിടെ ഇപ്പോൾ ചെറുതായിട്ട് കാലാവസ്ഥ മാറി തുടങ്ങി. ഇനി നമ്മൾ ഗ്ലാസ്സിൽ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പേടി തോന്നും. കണ്ട കാലാവസ്ഥ ഇത്ര പെട്ടെന്ന് മാറുന്നേണ്ട. കുഞ്ഞു പിള്ളേർ കരയുന്നുണ്ടായിരുന്നു. ചിലർ ആ സൈഡിൽ കൂടെ പിടിച്ചു പിടിച്ച് തന്നെ ഇത് പോകുന്നത് കേട്ടോ. അവർക്കൊരു പേടി തോന്നിയിട്ട്. കണ്ട നല്ലൊരു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. കണ്ട സൂപ്പറായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകേണ്ട തന്നെയുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു അവിടെ ആൾക്കാരുടെ. അപ്പോൾ നമ്മുടെ സർക്കാർ അവിടെ നല്ല രീതിയിലൊന്നും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിലേ വളരെ നല്ല ഒരുപാട് പേരെ അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. അവിടെ വരുന്നതിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേരെ കണ്ടു. നല്ല വ്യൂ ഉണ്ട്. ഇപ്പം താഴോട്ട് തണുപ്പും ഉണ്ടായിരുന്നു, കോടമഞ്ഞുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വീഡിയോ എടുക്കാനും ഇതിൻ്റെ ഈ എക്സ്പീരിയൻസ് പങ്കുവെക്കാനും വ്ളോഗർമാരുടെ നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് മാക്സിമം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സ്. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. 4 വശവും മഞ്ഞ് മൂടിയിരിക്കുകയാണ് ചേട്ടാ. ഒന്നും കാണാൻ പറ്റുന്നില്ല. കാറ്റുണ്ട്, ചെറിയ കുലുക്കമുണ്ട്. ചെറിയ കുലുക്കം പോലെ ഉണ്ട് അല്ലേ? ഇന്നലെ നമ്മൾ വാഗമണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാവേ. മോളെ നാം കണ്ടിട്ടുണ്ട്. എവിടെ പോവാ? ഞങ്ങള് ഒരാളുണ്ട് എന്ത് ചേട്ടാ, അവൻ അങ്ങോട്ട് പോയി. പിന്നെ ഇളയാൾക്ക് സ്കൂളിൽ പോകണം, അവൻ വന്നിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, തണുപ്പുണ്ട്. രണ്ടും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കേട്ടോ. തണുപ്പും മഴയും എല്ലാം കൂടെ ചേർത്തിട്ട് വാഗമണ്ണോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഹായ്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പിന്നെ ബെവ്ലിനാണ്. ബെവ്ലിൻ്റെ കൂടെ വന്ന് ബെവ്ലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇസ്രമ്മയെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. പറയൂ ബെവ്ലിൻ, എൻ്റെ ആദ്യകാല സ്റ്റുഡൻ്റാണ്. അന്ന് തൊട്ടുള്ള അനുഭവം പറയൂ. അല്ല, ആദ്യമായിട്ട് ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ തുടങ്ങുന്ന സമയത്താണ്. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് എന്നെ ഇവിടം വരെ പിടിച്ച് കയറ്റിയതിൽ പ്രധാന ഒരു പങ്ക് ടീച്ചർക്കാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടീച്ചറെ കാണാൻ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത്. ജർമ്മനിയിലേക്ക് പോവാണ്. അതെ. ഞാൻ ഉള്ള കാര്യം പറയില്ല. ഞാൻ സ്വിഗ്ഗിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയിൽ ബിടെക് പഠിച്ചിട്ടും സ്വിഗ്ഗിയിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ ടീച്ചറാണ് എന്നോട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു ഇന്ന് നീ ജോലി നിർത്തണം. കാര്യം എന്ന് വെച്ചാൽ ബിടെക് പഠിച്ചിട്ടേ പിന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുകയാണ് ചേച്ചി, ഞാനിങ്ങനെ ഡെലിവറി സർവീസിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ നീ എഞ്ചിനീയറിംഗ് പഠിച്ചല്ലേ, നീ ആ ജോലി ചെയ്താൽ മതി, ഇന്ന് നീ അത് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എൻ്റെ വാക്ക് അന്ന് തന്നെ മാനിച്ചല്ലേ. അന്ന് തന്നെ അത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള റെസ്യൂമും കാര്യങ്ങളും പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ചെയ്ത് അയച്ചു. അതിനുള്ള റിസൾട്ട് കിട്ടി. നല്ലൊരു കമ്പനി തന്നെ എറണാകുളത്ത് കിട്ടി. പിന്നെ പാരലായിട്ട് ജർമ്മനിക്ക് വെച്ചു. ഇപ്പോൾ ജർമ്മനിയുടെ വിസ വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാജിക് തന്നെയാണ്. അത് ഞാൻ അറിഞ്ഞൊരാളാണ്. അപ്പോൾ അത് ടീച്ചർ എന്നെ ഗൈഡ് ചെയ്തതിൽ വളരെ എന്താ പറയുക നിർണായക ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് വന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ചേട്ടൻ്റെ പെങ്ങളുടെ മകളുടെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. അപ്പോൾ പാലുകാച്ചിന് പോകാനായിട്ട് നിന്നപ്പോഴാണ് അവർ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവരെയും കൂടെ കൊണ്ട് പാലുകാച്ചിന് പോയി. അപ്പോൾ പാലുകാച്ചിന് പോയി ഞങ്ങൾ പിന്നെ ചെന്നുടനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ട് വിശന്നിട്ട് ആയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സബ്സ്ക്രൈബറെ കണ്ടു. അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്നു. ഒരുപാട് സന്തോഷമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുകയും അവർ ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ.
പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബുഫേ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ വീടും അതുപോലെ കാറ്ററിംഗ് റെൻ്റൽ സ്റ്റോറും. അടിപൊളിയായിരുന്നു പാലുകാച്ച് ഫങ്ഷനൊക്കെ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങളുടെ കഥകൾ പറയാനുണ്ടായിരുന്നു ബെവ്ലിന്. അങ്ങനെ കഥകൾ ഒക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. വീടിൻ്റെ അകം ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ വീടാണ്. ഹായ്, ബെവ്ലിനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഐ ആം സോ എക്സൈറ്റഡ്. അവൻ പറഞ്ഞ് വലിയ ഗിഫ്റ്റൊന്നും ഇല്ല ചേച്ചി, ഞാൻ ജർമ്മനി പോയിട്ട് ഞാൻ വെച്ചിട്ട് വലിയ ഗിഫ്റ്റൊക്കെ മേടിച്ചത് ഒരു ചെറിയ ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത്. നോക്കട്ടെ എന്താണെന്ന്. വാവ്, ഇറ്റ്സ് എ ബുദ്ധ. നമ്മുടെ മേളിൽ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സെയിം ബുദ്ധ അല്ലേ, അതുപോലത്തെ ഏകദേശം അതുപോലത്തെ ബുദ്ധ. താങ്ക് യു സോ മച്ച് ബെവ്ലിൻ.